എവിടെന്നാ വരുന്നത് ഇപ്പം? ഞങ്ങൾ പേരൂർക്കട. പേരൂർക്കട. കലമൊക്കെ ഇവിടെ വന്നിട്ടാണോ വാങ്ങിക്കുക? എല്ലാ വർഷവും ഇവിടെ വന്നാലും രണ്ടുപേരും ഒന്നിച്ചാണോ? രണ്ടുപേരും ഒരുമിച്ച്. എങ്ങനെയുണ്ട്? ലാഭമുണ്ടോ? കുഴപ്പമില്ല. ഇടയ്ക്കൊക്കെ വില കൂട്ടി പറയും. ചില സ്ഥലത്ത് വില കൂട്ടും, ചില സ്ഥലത്ത് വില കുറയ്ക്കും. എന്നാലും കുഴപ്പമില്ല. എല്ലാ വർഷവും ഇതേപോലെ വന്ന് വാങ്ങാറുണ്ട്. എങ്ങനെയുണ്ട് പൊങ്കാല? പൊങ്കാല കുഴപ്പമൊന്നും. എവിടെയാണ് ഇടുന്നത്? ഞങ്ങൾ വെള്ളയമ്പലം എവിടെയാണ് സ്ഥലം കിട്ടണ എവിടെ നിന്ന് വെച്ചാൽ അവിടെ ഇടും. എവിടെയാണെന്ന് വെച്ചാൽ അടിപൊളിയല്ലേ? ഓരോ വർഷവും കൂടിക്കൂടി വരികയല്ലേ അമ്മയുടെ നടയിലെ ആൾക്കാർ. നല്ലതാ. എല്ലാം വാങ്ങിച്ചോ? വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെന്ന് വരണേ? ഞങ്ങൾ ആറ്റുവാല്. ആറ്റുകാലിൽ തന്നെ. എങ്ങനെയുണ്ട് കച്ചവടം? കച്ചവടം കുഴപ്പമില്ല. ഇപ്രാവശ്യം എല്ലാ വർഷക്കാട്ടിലും എല്ലാവരും കൂടുതലാണ് ആൾക്കാർ. മഴ ബുദ്ധിമുട്ടുണ്ടായി? മഴ എന്തോ അമ്മ സഹായിച്ചിന്ന് മഴയൊന്നും ഇല്ലാത്തത് ദൈവത്തിൻ്റെ ഭാഗ്യമാണ്. എത്ര ദിവസമായിട്ട് ഇവിടെ ഉണ്ട്? ഇവിടെ നമ്മൾ 45 ദിവസം കൊണ്ട് ഇവിടെയാണ്. ഞാൻ മാമിയാരാണ് ഇവിടെ ഇരിക്കണത്. ഈ കലമെല്ലാം നാളെ കൊണ്ട് തീരുമോ? ആളെ കൊണ്ട് തീപ്പിക്കണം എങ്ങനെങ്കിലും. അമ്മ സഹായിച്ചില്ല. എവിടെയാണ് ഇടുന്നത് പൊങ്കാല ഇടുന്നത്? അവിടുത്തെ ആ പരിസരത്ത് തന്നെ. അവിടെ ഇടാനുള്ള സൗകര്യം ഞങ്ങളുടെ വീട്ടിലെ അവിടെ തന്നെ. ഒറ്റയ്ക്കാണോ അതോ കുറെ വീട്ടിൽ അമ്മ ചേച്ചിയൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് പൊങ്കാല ഈ പ്രാവശ്യത്തെ? കച്ചവടമൊക്കെ നടക്കണുണ്ടോ? ഉണ്ട്. ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത കച്ചവടം വന്നു. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഈ 2-3 ദിവസമായിട്ട് നല്ല കച്ചവടമാണല്ലേ? അല്ല, ഇന്നലെ മഴ ആയതുകൊണ്ട് ഉച്ചയ്ക്ക് വൈകുന്നേരത്ത് കച്ചവടം നടന്നില്ല. പക്ഷേ ഇന്ന് കുഴപ്പമില്ല. നാളെ കൊണ്ട് ഇതൊക്കെ തീരുമോ? തീരണം. എവിടുന്നാ ഇതൊക്കെ കൊണ്ടുവരുന്നത്? തമിഴ്നാട്ടിൽ നിന്ന്. നമ്മൾ ഇവിടെ നിന്ന് പോയി തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത്. ഇതൊക്കെ ആരൊക്കെയാണ് കൂടെയുള്ള? ഒന്ന് എൻ്റെ വൈഫ്, ഒന്ന് എൻ്റെ ചേട്ടത്തിയുടെ മോള്, ഒന്ന് മരുമോൻ. എല്ലാ വർഷവും ഇവിടെ തന്നെയാണ്? അല്ല, ഇപ്പോൾ ഒരു 7-8 വർഷം കൂടി ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. ഇപ്പോൾ കുറവാണ്. കാരണം ചിലപ്പോൾ നാളെയൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ആയി വരും എന്ന പ്രതീക്ഷ. ഇല്ല, എൻ്റെ കൊച്ചനാണ്. ഞങ്ങൾ ഒരാ വീട്ടിലുള്ള. തീരാൻ നോക്കണം, തീർക്കണം. കാരണം ഞങ്ങൾ അങ്ങനെ എടുത്ത് വരുന്നതല്ലേ. അപ്പോൾ തീർന്നില്ലെങ്കിൽ ഞങ്ങൾക്കത് നഷ്ടമല്ലേ. ഇപ്രാവശ്യം ആളെങ്ങനെയുണ്ട്? ഇപ്രാവശ്യം ആൾ കുറവാണ്. നാളെ ആകുമ്പോഴത്തേക്ക് രാവിലെ മുതലേ സാധാരണ എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. എന്നാലും കഴിഞ്ഞ വർഷത്തെക്കാളും ഈ ഇന്നത്തെ ദിവസം ഇച്ചിരി ഇന്ന് തലേ ദിവസം അല്ലല്ലോ, നാളെയല്ലേ? നാളെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ദിവസം. അപ്പം രാവിലെ മുതൽ എന്തായാലും വൈകുന്നേരം കൊണ്ട് ഞങ്ങൾ ഫിനിഷ് ആവുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷ. പൊങ്കാല ഇടാറുണ്ടോ? ഉണ്ട്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ തന്നെയാണ് ഇരുന്ന് ഞങ്ങൾ പൊങ്കാല ഇട്ടിട്ട് പോകുന്നത്. കൊള്ളാം. നല്ല കച്ചവടം, നല്ല രീതിയിൽ പോവേന്നെ. മഴയായിരുന്നാലും ആറ്റുകാലം വച്ച് സഹായിച്ച് തന്നെ പോകണം. എല്ലാ ഐറ്റവും ഉണ്ട്. 30 രൂപയുടെ സാധനം തൊട്ട് 300 രൂപയുടെ കലം വരെ ഇവിടെ ഉണ്ട്. നല്ല കച്ചവടമുണ്ട്. നല്ല കച്ചവടം, എല്ലാവർക്കും നല്ല കച്ചവടം. പിന്നെ ആർക്കെങ്കിലും പൈസ കൊടുക്കാനുള്ളവർ ചെന്ന് പറയും ഒന്നും വിറ്റില്ല, പലിശയ്ക്കൊക്കെ എടുത്തവരെ കൊടുക്കാതിരിക്കാൻ വേണ്ടി പറയും. നമ്മളങ്ങനെയല്ല, സ്വന്തം പൈസയ്ക്ക് തന്നെ ചെയ്യണത്. നമുക്ക് ആണ്ടൂറും അരി വാങ്ങിക്കാനുള്ള കാശ് അമ്മ തരേ തന്നെ. അങ്ങനെ നമുക്ക് ദൈവം നമ്മളെ സഹായിച്ച് തന്നെ പോകണം. അല്ല, എൻ്റെ അളിയനാണ് അത് മോയ്, ഇതെൻ്റെ ശേഷാറൻ, അപ്പുറത്ത് കൂലിക്കൊരാൾ. നമുക്കിവിടെ ഒരു 10-22 പേരുണ്ട് കൂലിക്ക്. എനിക്ക് പേര് സുരേന്ദ്രൻ. ഞാൻ ഇവിടെ ഇറക്കിയിട്ട് 2.5 മാസം.
ബിസിനസ് തുടങ്ങിയിട്ട് ഒരു മാസമായിരുന്നു. അപ്പോഴേ ആളിറങ്ങി ചട്ടിയൊക്കെ വാങ്ങിക്കാൻ വരും. ഇന്ന് നാളെ കൊണ്ട് മൊത്തം തീരുമെന്ന്. നാളെ രാത്രിയല്ല, മറ്റന്നാൾ രാവിലെ നമ്മൾ പൊങ്കാലയ്ക്ക് തീ കത്തിച്ച് അരി തിളയ്ക്കുന്നത് വരെ ഞങ്ങളിവിടെ കാണും. കാരണം ഞങ്ങൾ കൊടുത്തതിൽ ഡാമേജ് വല്ലതും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പകരം കൊടുക്കണം. അതിന് പകരം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തുപിള്ള ഒരു 10-300 കാലം ഇട്ടുകൊണ്ടിരിക്കും. അത് ചിലവായില്ലെങ്കിൽ അതൊന്നും കൊണ്ടുപോകും. കാരണം എത്ര വില കിട്ടിയാലും അത് കൊടുക്കില്ല. ഡാമേജ് വന്നാൽ തിരിച്ചു കൊടുക്കും. ഞങ്ങൾ നമ്മുടെ സ്ഥലം പേയാട്, കലം എടുക്കുന്ന കന്യാകുമാരി. ക്വാളിറ്റി ഇത്തിരി ക്വാളിറ്റിക്ക് കിട്ടും, നല്ല ക്വാളിറ്റി. കഴിഞ്ഞ വർഷമേ നമ്മൾ ഫുൾ എമൗണ്ടും കൊടുത്തിട്ട് പറഞ്ഞ് ചെയ്യിക്കുന്നതാണിത്. അവിടെ അവർ നമുക്ക് മാത്രമേ അവർ ചെയ്യുള്ളൂ. വൃത്തി പണി കൂടുതലാണ്. പിന്നെ മറ്റതൊക്കെ പാറശാല, പിന്നെ കളിക്കവള, ഇങ്ങനെയൊക്കെ ഉള്ളിടത്തുനിന്നൊക്കെ ഇടയിൽ കൂടെ ആക്കുമ്പോൾ എല്ലാവർക്കും എല്ലാം വിൽക്കാം, ജീവിക്കാനല്ലേ. ഇത് ക്വാളിറ്റി ഉണ്ട്. മറ്റന്നാളെ പോകും. നാളെ എല്ലാവരും രാവിലെ വരും. വന്നാൽ മറ്റന്നാൾ മാത്രമേ വീട്ടിൽ പോകും. ഒരു 10:30 മണി 11 മണിക്കൊക്കെ വീട്ടിൽ എത്തും. ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകില്ല. അപ്പോഴ് ഒക്കെ വൈകുന്നേരം ആവും. പറ്റില്ല, ഇവരെയൊക്കെ ഇടയിൽ കൂടെ ഒന്നും കൊണ്ടുപോകില്ല. അത് സന്തോഷമായിട്ട് പോകണം. പൊങ്കാലയുടെ ഒരുക്കങ്ങളാണ്. അവിടെ ഒരുക്കുന്ന ജോലി കഴിഞ്ഞ് വന്നിട്ട് ഇപ്പം നാളെ പറ്റൂല, സമയം കിട്ടത്തില്ല. നാളെ അത് മൊത്തം തിരക്കായിരിക്കുന്നു. അറിയാമല്ലോ സിറ്റിയുടെ അവസ്ഥ. ഇന്നിപ്പോൾ നമ്മളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല. ഇത് ഇപ്പോൾ ജോലി കഴിഞ്ഞിട്ട് അവരുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് നമ്മൾ എല്ലാം തുടങ്ങി വെച്ചിട്ടിരിക്കുകയാണ്. നന്നായിരിക്കും. നല്ല പൊങ്കാലയുടെ നല്ല തിരക്കുണ്ട് ഈ വർഷം. അപ്പോൾ അതുപോലെ കാണാത്ത നല്ല തിരക്കുണ്ട്. നല്ല നമ്മളിപ്പോൾ ഇത്രയും വർഷത്തെ അനുവദിച്ച് ഇപ്പം നല്ല തിരക്ക് വരാനുണ്ട്. ചൂടിൻ്റെ കാലാവസ്ഥയും കൂടെ നമ്മളൊന്ന് സൂക്ഷിക്കണം. അതുകൊണ്ട് മാത്രമേ ഉള്ളൂ. മഴ വരുമെന്ന് പേടിയാണ്. മഴയില്ല, വരത്തില്ലെന്ന് ഉറപ്പാണ്. ഇന്ന് ഈ ഒരു ദിവസത്തേക്ക്, കാരണം വെച്ചാൽ ഞാൻ കുട്ടിക്കാലം തൊട്ട് കേട്ടു തുടങ്ങിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ആറ്റുകാൽ പൊങ്കാല സമയത്ത് സ്വാഭാവികമായിട്ട് ഈ പരിസരം വൃത്തിയാക്കുക എന്നുള്ള രീതിയിലൊരു മഴ വരുന്നുണ്ട്. അതുപോലത്തെ ഒരു മഴയാണ് ഈ വന്നു പോയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി വരത്തില്ല എന്നാണ് എൻ്റെ ഒരു പൊതുവായിട്ടൊരു വിശ്വാസം. കാരണം ഈ അമ്മയുടെ അനുഗ്രഹം കൊണ്ടും ഇത്രയും ആൾക്കാർ വ്രതം എടുത്തിരിക്കുന്നത്, ഇവരൊക്കെ തന്നെ 10 ദിവസമായിട്ട് വ്രതം എടുത്തിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത്രയും ആൾക്കാർ കഷ്ടപ്പെട്ടതിന് വേണ്ടി വരുമ്പോഴത്തേക്കും മഴ പെയ്യത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നന്നായിരിക്കുന്നു. ജോലിയാണ്. ഞങ്ങൾ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഇപ്പോൾ ഈ പർച്ചേസിന് വേണ്ടി ഇറങ്ങുന്നത്. നാളെ ആകുമ്പോൾ നല്ല തിരക്കായി പോകല്ലേ? നാളെ പൊതുവേ അല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നാളെ സിറ്റിക്കകത്ത് മൊത്തം തിരക്കായിരിക്കും. ആൾക്കാർ പ്രോഗ്രാം കാണാൻ വരുന്നവരും നമ്മൾ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് മാത്രമല്ലല്ലോ ആൾക്കാരുണ്ട്. കേരളം മൊത്തം, കേരളം, തമിഴ്നാട്, കർണാടക, അങ്ങനെയുള്ള പല സ്ഥലത്തു നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും വന്നു കഴിയുമ്പോഴത്തേക്ക് സിറ്റിക്കകത്ത് ഓൾറെഡി റൂമുകളെല്ലാം പിന്നെ ഫുള്ളായി കാണും. പിന്നെ ഇവിടെ എല്ലാം നിറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പിന്നെ വണ്ടികളും പാർക്കിങ്ങും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് എല്ലാം കൂടെ നടക്കത്തില്ല. കച്ചവടവും കാര്യങ്ങളും എല്ലാം കൂടെ വരും. പിന്നെ ഒരു ഉത്സവമാണല്ലോ നമ്മളെ ഏറ്റവും വലുത്. ഇതെല്ലാം ജനക്കൂട്ടം. നമ്മൾ പരസ്പരം, കാരണം വെച്ചാൽ പണ്ട് തൊട്ടേ നമ്മളിപ്പോൾ ഓണമായാലും മറ്റുള്ള ആഘോഷങ്ങളായാലും നമ്മൾ ഈ കൂട്ടം ഒരുമ അവിടെ വരുന്നതാണ്. ഉത്സവങ്ങളുടെ എല്ലാം ഭാഗമാണ്. ആൾക്കാർ പരസ്പരം മനസ്സിലാക്കി. ഇപ്പോഴത്തെ കാലഘട്ടത്തിലെന്ന് ഞാൻ അറിഞ്ഞുകൂടാ അങ്ങോട്ടും ഇങ്ങോട്ടും ആരൊക്കെയാണെന്നുണ്ട്. ഇതുപോലൊരു കൂട്ടം വരുമ്പോഴത്തേക്ക് കുറേ ആൾക്കാരെങ്കിലും അങ്ങനെ പരിചയപ്പെട്ടിരിക്കുക. അങ്ങനെ ഒരു കാര്യമുണ്ട്. അതന്നെ, ഈ പ്രാവശ്യത്തെ ഈ പള്ളികളിലൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ട്. ഈ വർഷമല്ല, കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പാളയത്ത് ഞായറാഴ്ചയായിരുന്നു കണ്ടെന്ന്. അന്ന് രാവിലെ കുർബാന മാറ്റി വെച്ചൊരു ചരിത്രം ഉണ്ടായിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ? ഈ പാളയം പള്ളിയിൽ രാവിലെ മാറ്റി വെച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷം ഈ പൊങ്കാല കഴിഞ്ഞിട്ട് അതുപോലെ എല്ലാ സാധനമുണ്ട്. കാരണം ഇതിപ്പോൾ ജാതി മത അങ്ങനെയൊന്നും ഇതല്ല. ഇതൊരു കൂട്ടായ്മയാണ്. നമ്മളൊരു ആഘോഷം പോലെ തന്നെയാണ്. നമ്മൾ തിരുവനന്തപുരത്തുകാരൊരു വലിയ ആഘോഷം. സ്ത്രീകളുടെ ശബരിമലയിലെ ഏറ്റവും വലിയൊരു ആഘോഷം. അതിന് നമ്മളെപ്പോലുള്ള പുരുഷന്മാർ അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യാണ്. അവരുടെ എല്ലാ കാര്യങ്ങളും നന്നായിരിക്കട്ടെ എന്ന് വിചാരിച്ചോണ്ട്. പൊങ്കാല എവിടെ ഇടുന്നത്? പൊങ്കാല മിക്കവാറും ഇദ്ദേഹം ജോലി ചെയ്യുന്നത് ഈസ്റ്റ് ഫോർട്ടാണ്, നോവൽറ്റി ടെക്സ്റ്റൈൽസിലാണ്. അപ്പോൾ ആ പരിസരത്ത് എവിടെയെങ്കിലും ആയിരിക്കും പൊങ്കാല. കാരണം ഓൾറെഡി അവിടെ ഓഫീസൊക്കെ അടുത്തുള്ളതുകൊണ്ട് ആൾക്കാർ പരിചയമുള്ളതുകൊണ്ട് അവിടെ എവിടെയെങ്കിലും ആയിരിക്കും ഇടുന്നത്. ബന്ധുക്കാരെങ്കിലും മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ഉണ്ട്, ഒരുപാടുണ്ട്. കരുനാഗപ്പള്ളിയിൽ കൂടുതൽ ബന്ധുക്കളുണ്ട്. കൊല്ലം കരുനാഗപ്പള്ളി അവരെല്ലാവരും വരുന്നുണ്ട്. അവർ ഇന്ന് ഏകദേശം നാളെ രാവിലത്തോടുകൂടി വീട്ടിലെത്തും. അവരും വരുന്നുണ്ട്. അവരും പല സ്ഥലങ്ങളിൽ അവർ കൃത്യമായിട്ട് നമ്മളെ കൂടെ ആയിരിക്കത്തില്ല. അവരുടെയും പണ്ടൊക്കെ അവർ നേരത്തെ പൊങ്കാലയിടാൻ വന്ന ആൾക്കാരുടെ വീട്ടിലൊക്കെ സ്ഥലം പിടിച്ചിട്ടുണ്ട്. നമ്മളെ വീട്ടിൽ ഒന്ന് സ്റ്റേ ചെയ്ത് വൃത്തിയായിട്ടൊക്കെ വന്നിട്ട് അവരിങ്ങോട്ട് വരും. മിക്കവാറുമൊക്കെ രാത്രി ഇവിടെ സ്റ്റേ ചെയ്ത്. കാരണം നാളെന്തോ ഒരു ചന്ദ്രഗ്രഹണം അങ്ങനെ ഒരു ഇതുണ്ട്. ഇപ്പോൾ രാവിലെ തന്നെ എല്ലാവരും സ്ഥാനം പിടിക്കുകയും ഭണ്ഡാരടപ്പ് കത്തിക്കുമ്പോൾ തന്നെ ഇതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരുങ്ങിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എൻ്റെ പേര് കലീഷ് കുമാർ. ഞാൻ മെഡിക്കൽ കോളേജിൽ താമസിക്കുന്നു.